ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന പാലക്കാട്ടെ കൗൺസിലർ പ്രശോഭ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ. പാലക്കാട് നഗരത്തിൽ ഉടനീളം പ്രശോഭിനെതിരെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സർലങ്ക് ചേരുകയാണ്. സന്തോഷ്, കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ ആവശ്യങ്ങൾ? ദളിത് പെൺകുട്ടിക്ക് ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് പാലക്കാട് കൗൺസിലർ കൂടിയായ പ്രശോഭ് സി വത്സനെതിരായ പരാതി. ഇന്നലെ ഈ കേസിൽ ജാമ്യ ഹർജി മണ്ണാർക്കാട് SC/ST കോടതിയിൽ പ്രശോഭ് നൽകിയിരുന്നു. പക്ഷേ ഇത് തള്ളി. കാരണം അതിനു മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, അതും തള്ളിയിരുന്നു. അതിനുശേഷം 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടതാണ്. പോലീസ് അന്വേഷണത്തിന് ശേഷമാണ് ഇന്നലെ വീണ്ടും ജാമ്യം നൽകിയത്. പക്ഷേ പ്രശോഭ് അടക്കമുള്ളവരൊക്കെ വലിയ പ്രതീക്ഷയിലൂടെയായിരുന്നു. എന്നാൽ അതും മണ്ണാർക്കാട് കോടതി തള്ളി. അതിനുശേഷമാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിലെങ്ങും പ്രശോഭ് സി വത്സനെതിരെ വലിയ പോസ്റ്റുകളും ഫ്ലെക്സുകളും ഒക്കെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാടിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ സുൽത്താൻപേട്ട് ജംഗ്ഷനിലാണ്. ഈ സുൽത്താൻപേട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് നാലുംകൂടി കവലയാണ്. ഇവിടെയും പ്രക്ഷോഭിനെതിരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണാം. ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത കൗൺസിലർ പ്രശോഭ് വത്സൻ പാലക്കാടിന് അപമാനം, കൗൺസിലർ സ്ഥാനം ഉടൻ രാജിവെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ഡലം കമ്മിറ്റി ദളിത് രക്ഷാ സമിതിയുടെ പേരിലാണ് ഈ ഫ്ലെക്സുകൾ ഉള്ളത്. ഇത് പാലക്കാടിൻ്റെ പല മേഖലകളിലുണ്ട്, പല ഭാഗത്തുമുണ്ട്. ഈ പ്രക്ഷോഭ് തന്നെ സ്ഥാനം വഹിക്കുന്ന കൗൺസിലർ ഓഫീസിന് മുമ്പിലും ഇതേ രീതിയിൽ ഉണ്ടായിരിക്കുന്നു. അന്ന് ഈ സംഭവം നടന്നത് മുതൽ തന്നെ വിവിധ ദളിത് സംഘടനകൾ ഈ പ്രക്ഷോഭിനെതിരെ രംഗത്തുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് കാര്യമാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കുക മാത്രമാണ് പ്രക്ഷോഭിനെതിരെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നതിലൂടെ പാർട്ടിയുടെ പാലക്കാട് കൗൺസിലർ സ്ഥാനം നിലനിർത്താൻ പ്രക്ഷോഭിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കൗൺസിലർ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് SC/ST കോടതി ഇയാളുടെ ജാമ്യ ഹർജി റദ്ദാക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികം അയാളുടെ ജാമ്യം നിഷേധിക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതാണ്. ഇപ്പോഴും കൗൺസിലർ സ്ഥാനത്ത് പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി റദ്ദാക്കിയതിന് പിന്നാലെ ഈ പ്രക്ഷോഭ് കൗൺസിലറിന്, അതായത് പാലക്കാട് കൗൺസിലറിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. തനിക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഒരു അവധി നൽകണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ നിയമപ്രക്രിയയെ തന്നെ, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രക്ഷോഭിൻ്റെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പോക്ക്. അതുകൊണ്ടുകൂടിയാണ് ആ രൂക്ഷ പ്രതികരണം എന്ന നിലയിൽ പ്രക്ഷോഭ് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ സ്ഥാനം നൽകി ജയിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഈ രാജി കൂടി എഴുതി വാങ്ങിക്കണം എന്നുകൂടിയാണ് ദളിത് രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിലെങ്ങും ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.